ഷോൺ ജോർജ് വന്ന് മാത്യു കോഴിനാടൻ ആട്ടി ഇളക്കി വെച്ചിരുന്ന കല്ല് ഊരി വലിച്ചെറിഞ്ഞു. അതോടുകൂടി പിണറായി വിജയനും അതുപോലെ വീണ വിജയനും വിയർത്തൊഴുകാൻ തുടങ്ങി എന്നതാണ് വസ്തുത. അഥവാ ആ സമയം മുതലാണ് അന്വേഷണ ഏജൻസികൾ കൃത്യമായി ഇടപെടാൻ തുടങ്ങിയത്. നേരത്തെ അന്വേഷണ ഏജൻസികൾ മെല്ലെപ്പോക്ക് നയമാണ് തുടർന്നിരുന്നതെങ്കിൽ ഷോൺ ജോർജ് വന്ന ശേഷം SFIO എന്ന ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു അന്വേഷണ ഏജൻസി വളരെ കാര്യക്ഷമമായി അന്വേഷിക്കുകയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തു. അതായത് പിണറായി വിജയനെയും വീണ വിജയനെയും കുരുക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ പുറത്തു കൊണ്ടുവന്നത്. കോടതിയിൽ അവർ കൃത്യമായി കരുക്കൾ നീക്കി അന്വേഷണം മരവിപ്പിക്കണം, അന്വേഷണം വേണ്ട എന്നൊക്കെയുള്ള നിലപാടുകളെ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട് അവർ തെളിവുകൾ നിരത്തി വീണ വിജയന് എതിരായി കർണാടക ഹൈക്കോടതി വിധിക്കുകയും ചെയ്തു. മാത്രമല്ല വീണ വിജയൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ രഹസ്യമായി ഹാജരായി എന്നും വിവരങ്ങൾ പുറത്തു വരുന്നു. ഇവിടെ ഷോൺ ജോർജിന് വളരെ വ്യക്തമായ കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവായ PC ജോർജിനെ ഏതൊക്കെ തരത്തിൽ ഒതുക്കാൻ പറ്റും ആ തരത്തിലൊക്കെ ഒതുക്കാൻ ശ്രമിച്ച ആളാണ് പിണറായി വിജയൻ. ഏതൊക്കെ വിധത്തിൽ PC ജോർജിനെ കുരുക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ കുരുക്കാൻ നോക്കി.